ഇപ്പോ ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഡ്രാമാസ്, ഇഷ്ടങ്ങൾ, പ്രണയങ്ങൾ. അപ്പൊ റിലേഷൻഷിപ്പിന്റെ ഡെഫിനിഷൻ തന്നെ മാറുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊന്നും പറ്റി ടോക്സിക് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് അറിയില്ല. ഇത് എന്താണ് സാധനം, എന്താണ് ഈ ടോക്സിക്, റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ആരോ ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പിൽ എങ്ങാനും ചോദിച്ചു, വാട്ട് ആർ യുവർ റെഡ് ഫ്ലാഗ്സ് ആൻഡ് ഗ്രീൻ ഫ്ലാഗ്സ് എന്ന്. അപ്പൊ ഇവനിത് ശരിക്കും അറിയാൻ പാടില്ല, റെഡ് ഫ്ലാഗ് എന്താണെന്ന് അറിയാൻ പാടില്ല. ഇവൻ കുറെ റെഡ് ഫ്ലാഗിന് സെർച്ച് ചെയ്ത് ഇമോജി അങ്ങോട്ട് ഫ്ലാഗിന്റെ ഇമോജി ഒക്കെ ഇട്ടുകൊടുത്ത കുറച്ചു കാലം മുൻപ് ആ കഥകളൊക്കെ ഉണ്ട്. ശരിക്കും പൂജേനെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അത് എനിക്ക് തോന്നുന്നു ഒരു പരിധി, ഒരു സർട്ടൻ ലെവൽ ഓഫ് അവയർനെസ് എത്തി കഴിയുമ്പോൾ നമുക്ക് ചിലതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ചിലര് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ ഒരു ഫ്രണ്ട് സ്പേസിൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ റിലേഷൻഷിപ്പ് സ്പേസിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. പണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കെട്ടിപ്പോയി കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെയാണ്, എല്ലാം ഭാവിയിൽ ശരിയാവും എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിപ്പത്തെ അല്ലേ? അല്ല, അതൊന്നും ചിലത് അടിസ്ഥാനപരമായിട്ടുള്ള ചില ട്രേറ്റ്സ് ഒന്നും മാറൂല. അപ്പൊ അത് നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ അതാണല്ലോ ഈ റെഡ് ഫ്ലാഗ്. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതും ആവാം, എന്റെ സംബന്ധിച്ച് എനിക്കത് റെഡ് ഫ്ലാഗ് ആവാം. അപ്പൊ അത് ഒഴിവാക്കുക. അപ്പം ഇത്രയും ഇപ്പൊ പറയുന്ന വെച്ചാല് ഇത്രയും സ്വന്തമായി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഉള്ള കാലഘട്ടം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകളുള്ള കാലഘട്ടം. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സിംഗിൾ വിമൻ ഉള്ളത്. അവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ അവർക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ കിട്ടിയാൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. പക്ഷെ എനിക്കൊന്ന് കൂടുതൽ ആണുങ്ങൾക്കും അപ്പൊ അങ്ങനത്തെ സ്ത്രീകളായിട്ട് ശീലമില്ല. അവര് കണ്ട് വളർന്ന റിലേഷൻഷിപ്സ് അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു സ്പേസ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ യങ്ങർ ആയിട്ടുള്ള ചെക്കന്മാർക്കൊക്കെ ഇത് കുറച്ചും കൂടെ അവയർനെസ് കൂടുതലാണ്. ഒരു 90s കിഡ്സ് കഴിഞ്ഞ ഒരു ജെൻസി ആ ഒരു തലമുറയിൽ കുറച്ചും കൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ ഒരു അവയർനെസ് ഒക്കെ ഉണ്ടെന്ന് തോന്നും. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ചെക്കന്മാരായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇവൻ എൻ്റെ ഫ്രണ്ട് ആണമ്മ, അവൻ അവൻ്റെ ഫ്രണ്ട് ആണമ്മ നമ്മൾ പറയും. പക്ഷെ ചെക്കന്മാർക്ക് അത് വീട്ടിൽ പോയിട്ട് പറയാൻ പേടിയായിരിക്കും, ഗേൾസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ PTA മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ ഇവന്മാരൊക്കെ നമ്മളെ മൈൻഡ് ചെയ്യാണ്ടൊക്കെ നടക്കും. പക്ഷെ അതേ സമയത്ത് നമ്മൾ അമ്മമാരെ പരിചയപ്പെടുത്തി കൊടുക്കാനായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ചിലപ്പോൾ അവരുടെ വീട്ടിൽ അത് പ്രശ്നമായിരിക്കാം, പ്രശ്നമായ രീതിയിൽ സംസാരിക്കാൻ ഉണ്ടാവായിരിക്കും. പിന്നെ ഇവന്മാരൊക്കെ കോളേജിൽ എത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് കംഫർട്ടബിളി അവരെ വീട്ടിൽ കൂടുതൽ വിളിക്കുന്നു, അമ്മ ഇതെന്റെ ഫ്രണ്ടാണെന്ന് പറയാനുള്ള ധൈര്യം എത്തുമ്പോഴത്തേക്ക് 18-19 വയസ്സായിട്ടാണ് ഇവർക്ക് അത് കംഫർട്ടബിൾ ആവുന്നത്. അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര ചമ്മല ഇതെന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ എന്റെ അമ്മയ്ക്ക് പറയായിരുന്നു അതൊക്കെ മോശം സ്വഭാവമാണ്, അങ്ങനെയൊന്നും പാടില്ല. എന്താണ് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്തിനാണ് ഇത്ര നാണക്കേടുന്നൊക്കെ എന്റെ അമ്മയൊക്കെ അങ്ങനെ പറയായിരുന്നു. പക്ഷെ എന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും വന്ന് പഠിക്കാൻ വരും. അമ്മയാണ് ഇവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇവരൊക്കെ ഫുട്ബോൾ കളിച്ചിറക്കുന്ന കാലഘട്ടത്തിലേക്ക് ലാസ്റ്റ് പരീക്ഷയുടെ സമയത്ത് ഇരുന്ന് നോട്ട്സ് ചെയ്താലും ഒക്കെ എന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പൊ അമ്മ ഇങ്ങനെ പറയുന്നു അതാണ്, അത് ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ആൾക്കാരെ വേണം ശ്രദ്ധിക്കാൻ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഐ തിങ്ക് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ അപ്ബ്രിങ്ങിങ്. അവര് കണ്ടിട്ട് ശീലിച്ചിട്ടുള്ള ഇപ്പൊ മൊത്തത്തിൽ വ്യത്യാസമാണ്. പിന്നെ ഈ ഇൻഡിപെൻഡൻസ് ഓഫ് വിമൻ അത് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ. എനിക്ക് അത് ആവശ്യമാണ്. എന്തിനാണ് വെറുതെ സഫർ ചെയ്യുന്നത്? പൂജ ഭയങ്കര പൊളിറ്റിക്കലായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഈ ഒരു പൊളിറ്റിക്കൽ വ്യൂ കിട്ടിയത് ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിന്ന്? നമുക്ക് വീട്ടിൽ നിന്നല്ലേ കിട്ടുന്നത് ഇതൊക്കെ. ഞാനങ്ങനെ ഭയങ്കര പൊളിറ്റിക്കലായിട്ടൊന്നും സംസാരിക്കാനൊന്നുമല്ല. എന്താ വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങളോട് നമുക്ക് ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ അത് പിടിക്കാൻ എനിക്ക് തോന്നാറുണ്ട്. ചില കാര്യങ്ങള്
എല്ലാ കാര്യത്തിലും പ്രതികരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എന്നുവെച്ചാല് എനിക്ക് പേഴ്സണലി ഹിറ്റ് ചെയ്യുന്ന സാധനങ്ങളല്ലേ ഞാൻ പ്രതികരിക്കുക. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഇൻസ്റ്റഗ്രാം മറ്റേ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള സമയത്ത് കുറെ പേര് ഇപ്പൊ ഒന്നിന് പ്രതികരിച്ചാൽ മറ്റേതിനും പ്രതികരിക്കണം, അങ്ങനത്തെ ഒരു നിർബന്ധം ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. അവര് ചെയ്യുന്നുണ്ടോ അങ്ങനെ? ഈ ചോദിക്കുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടോ? എന്തിനാണ് അവരുടെ വിഷയത്തിന് ആ വിഷയത്തില് ഓക്കെ ആയിരിക്കും, എനിക്കതിനെ കുറിച്ച് അറിയില്ലായിരിക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഏതോ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ സ്വൈപ്പ് ഇത് നോക്കിയില്ല, ഏതോ ഒരു ഫോട്ടോ, അതില് 5-6 ഫോട്ടോസ് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതില് ഒരാള് നമ്മുടെ എന്തോ BJPയുടെ എന്തോ ഒരു മന്ത്രിയോ എന്തോ ആയിരുന്നു, അവരാണ് ആ സമയത്ത് ഇങ്ങനെ സ്പോർട്സുകാരുടെ ഇടയിൽ ഈ റെസ്ലിങ്ങിന്റെ ഒരു കേസൊക്കെ നടക്കുന്ന സമയമായിരുന്നു. ഇയാളുടെ പേരും ഒക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വിവരക്കേട് തന്നെയാണ്, എനിക്ക് ഇയാളെ കണ്ടറിയില്ല, പേര് അറിയാം, ഇയാളെ കണ്ട ഇയാളാണ് ഇന്ന മന്ത്രി എന്ന് എനിക്കറിയില്ല. എനിക്കറിയണമെന്ന് എന്താ നിർബന്ധം? ഒരു നിർബന്ധമില്ല. അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവണം ഒരു ഗ്യാരണ്ടി ഇല്ല. എന്നിട്ട് എൻ്റെ അടുത്ത് എനിക്കറിയാവുന്ന ആളെന്നെ, എന്നെ കുറിച്ച് അറിയാവുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞേക്കാണ്, നാണമില്ലല്ലോ നിങ്ങളൊക്കെ ഭയങ്കര ഡബിൾ ഫേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, മറ്റേതാണ്. ഞാൻ ചോദിച്ചു വാട്ട് ഓഡാസിറ്റി ഡു യു ഹാവ്? ഇപ്പൊ ഞാനൊരു സിനിമയിൽ അഭിനയിക്കാത്ത ആളാന്ന് വെച്ചോ, നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയോ? ഇല്ലല്ലോ. ഇത് ഇങ്ങനെ എന്ത് പറഞ്ഞാലും കൊണ്ട് കുറ്റം പറയാം, എളുപ്പമാണ്. ഞാൻ തിരിച്ച് അപ്പൊ ബ്ലോക്ക് ചെയ്തു. ഞാൻ നമ്മള് ചിലപ്പോ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഇഷ്ടമുള്ള ആക്ടേഴ്സ് ആയിരിക്കും, ഇവരുടെ ഐഡിയോളജിയോ അല്ലെങ്കിൽ ഇതും അതിനൊന്നും കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഓരോ ഓപ്പോസിറ്റ് ഐഡിയോളജിയിലെ ആൾക്കാരെ ഞാൻ റെസ്പെക്ട് ചെയ്യും. എന്ന് വെച്ചാൽ എനിക്കതാണ് എൻ്റെ ഒരു രീതി. നമ്മള് ക്യാൻസൽ കൾച്ചറാണ് ഇവിടുത്തെ മെയിൻ ഇപ്പം. അപ്പൊ അതും ഇൻടോളറൻസ് അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത്, എനിക്ക് പേഴ്സണലായിട്ട് പ്രതികരിക്കണമെന്ന് തോന്നുമ്പോ എന്റെ വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയാലും ഞാൻ പ്രതികരിക്കും, അല്ലാത്തതിന് ഞാൻ പ്രതികരിക്കൂല. ഇനി ഇന്നിപ്പോ പ്രതികരിക്കാൻ നിർത്തണം തോന്നിയാ ഞാൻ നിർത്തും. എന്നുവെച്ചാൽ ഞാനൊരു ആക്ടിവിസ്റ്റോ ഒന്നുമല്ല. എനിക്ക് എന്റെ ജോലി ഇതാണ്. അപ്പൊ എനിക്ക് അതില് ഇപ്പൊ തിരക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പം ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് ഇൻസ്റ്റഗ്രാമോ ഒന്നും തുറക്കത്ത് പോലുമില്ല. ഞാൻ വേറൊരു മൂഡിൽ പോവും. അപ്പൊ പിന്നെ എനിക്ക് എല്ലാ വിവരവും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ അത്രയും വിവരമുള്ള ആളായിട്ട് എന്നെ തോന്നുന്നുള്ളൂ. ചിലപ്പോ അത് നിങ്ങളുടെ പ്രശ്നമാണ്. അല്ല, എനിക്കറിയില്ല. അത് പണ്ടൊക്കെ ഒറ്റ ന്യൂസ് സോഴ്സ് ഒക്കെ ഉള്ളൂ, 2-3 ന്യൂസ് സോഴ്സേ ഉള്ളൂ. ഇപ്പൊ വായിക്കുന്ന പത്രം, കേൾക്കുന്ന വാർത്താ ചാനലുകൾ, വേറൊരു സോഴ്സ് ഓഫ് ന്യൂസ് ഇല്ല. ഇപ്പൊ കൊറേ സോഴ്സസ് ഉണ്ട് ഓൺലൈനിൽ വരുന്നതും, അതിലും ഫേക്കും ഫേക്ക് അല്ലാത്തതും, പിന്നെ മിസ്ഇൻഫർമേഷനും. ഇതൊക്കെ വീഡ് ഔട്ട് ചെയ്തിട്ട് ഏതാണ് കണ്ടുപിടിക്കേണ്ടി വരും. അതില് നമുക്ക് തീരുമാനിക്കാൻ, നമുക്ക് ഒരെണ്ണം വിശ്വസിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ്, ഇതായിരിക്കും ശരി എന്നുള്ള ആ ഒരു പ്രോബബിലിറ്റി നമ്മൾ തീരുമാനിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ആൾക്കാരെ ഇങ്ങനെ ജഡ്ജ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നത് വളരെ, പിന്നെ അതൊരു ഡിഫമേഷൻ സ്പേസിലോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ആരും സംസാരിക്കാൻ വന്നാൽ അപ്പൊ ഞാൻ ബ്ലോക്ക് ചെയ്യും. അതാണ് എൻ്റെ. ഈ ഒരു ഫെയിം ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? ഞാൻ അത്ര ഫേമസ് ഒന്നും അല്ല ബൈ ദ വേ. പക്ഷെ ഈ ഒരു ജോലിയുടെ കോൺസിക്വൻസ് ആണ്. അത് ഉണ്ടായാലേ മുന്നോട്ടൊരു വഴിയുള്ളൂ. എവിടെയെങ്കിലും വെച്ച് അത് നിന്നു പോകും. അത് അത്യാവശ്യമാണ്. ഈ സിനിമയിലാണ് നിക്കണമെങ്കിൽ ഫേമസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫാൻസ് വന്നു പുതിയ അങ്ങനെയല്ല. നമ്മളെ കുറിച്ച് 4 ആൾക്കാർ അറിയണം, നമ്മുടെ വർക്ക് ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചിട്ടാണ് സിനിമയിൽ നമുക്ക് വില ഉണ്ടാവുന്നത്. നമ്മള് വർക്ക് സ്പേസിൽ നമുക്ക് വില ഉണ്ടാവുന്നത് നമ്മൾ ആൾക്കാർ തിരിച്ചറിയുന്നത് തന്നെയാണ്. അല്ലാതെ എത്രയോ സിനിമകളിൽ അഭിനയിച്ച ആൾക്കാരുണ്ട്, ചില ആൾക്കാരെ നമ്മൾ അറിയത്തു പോലുമില്ല. നമ്മള് എത്രയോ കഥകൾ കേട്ടിരിക്കുന്നു, നമ്മുടെ കൂടെ അഭിനയിക്കുന്ന കുറെ ആൾക്കാരുടെ കഥകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു 19-60 സിനിമ അഭിനയിച്ചിട്ടും ആൾക്കാർ അറിയാത്ത ആൾക്കാർ. പക്ഷെ അതിന് ആ ഒരു ജേണിക്ക് ആൾക്കാരെ അറിയുക, റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് അവസ്ഥ തന്നെയാണ്.
അതൊരു ബാധ്യതയായിട്ട് ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ യൂസ്ഡ് ആയിരിക്കില്ല, ഇങ്ങനെ ആൾക്കാർ നോക്കുന്നതൊക്കെ യൂസ്ഡ് ആയിരിക്കില്ല. പക്ഷെ അതൊന്ന് ഇതിന്റെ കോൺസിക്വൻസ് ആണെന്ന് മനസ്സിലാക്കി കംഫർട്ടബിൾ ആയ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്.